അഭിഷേക് ഈ പക വീട്ടാനുള്ളതാണ്. അങ്ങനൊരു സിനിമയുടെ ഒരു ക്യാപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക വീട്ടാനുള്ളതാണ്. അതുപോലെയാണ് KL രാഹുൽ പക വീട്ടാനുള്ളതാണെന്ന് ഇന്നലെ തെളിയിച്ചു. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇയാൾ സ്വാർത്ഥനായ ക്രിക്കറ്റ് പ്ലെയറാണ്. കളിക്കാരൻ എന്നുള്ള നിലയിൽ മെച്ചമല്ല. അതുകൊണ്ട് വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വേണ്ടി, അതാണ് സ്വാർത്ഥൻ എന്ന് ഞാൻ പറഞ്ഞത്. വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്നു. അതുകൊണ്ട് ഈ സഞ്ജീവ് ഗോയങ്ക ടീമിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കിയിട്ടാണ് 27 കോടി രൂപയ്ക്ക് ഈ ഋഷഭ് പന്തിനെ കൊണ്ടുവന്നു. ഇത്തവണ പക്ഷേ ഋഷഭ് പന്ത് വലിയ പരാജയമായിരുന്നു. 27 കോടി പോയിട്ട് 2 രൂപയുടെ കളി പോലും അവിടെ കളിച്ചിട്ടില്ല. എന്തായാലും KL രാഹുൽ ഇന്നലെ കളി ജയിച്ചു. 50 അടിച്ചു. ആദ്യം 50 അടിച്ചതിന് ശേഷം അദ്ദേഹം ഈ സഞ്ജീവ് ഗോയങ്ക ഇരുന്ന ആ ഒരു ഭാഗത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റ് ഉയർത്തി ആ 50യുടെ ആഘോഷം നടത്തി. അതിനുശേഷം കളിക്ക് ശേഷം ഇറങ്ങി ഈ സഞ്ജീവ് ഗോയങ്കയും മകനും വരുന്നു, കൈ കൊടുക്കുന്നു, സംസാരിക്കാൻ ശ്രമിക്കുന്നു, സൗഹൃദം പുതുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ KL രാഹുൽ അത് കൈ കൊടുത്തതല്ലാതെ സംസാരിക്കാൻ താല്പര്യം കാട്ടുന്നില്ല, അവഗണിച്ച് മുന്നോട്ട് നടന്നു. കഴിഞ്ഞ തവണ നമുക്കറിയാം മൈതാനത്തിറങ്ങി ശാസിച്ച ആളാണ്. അതിപ്പോഴും അദ്ദേഹം എനിക്ക് തുടരുന്നുണ്ട്. മൈതാനത്തിറങ്ങി KL രാഹുലിനെ ശാസിച്ച ആളാണ്. ഇതിലും വലിയൊരു പ്രതികാരം നമ്മൾ പറയും സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന പോലെയാണ്. ഈ കഴിഞ്ഞ താരലേലത്തിൽ 14 കോടി രൂപയ്ക്കാണ് KL രാഹുലിനെ ഡൽഹി സ്വന്തം പാളയത്തിലെത്തിച്ചത്. അതേസമയം ഡൽഹിയുടെ മുൻ ക്യാപ്റ്റനായിരുന്ന ഋഷഭ് പന്ത് 26 കോടി രൂപയ്ക്കാണ് KL രാഹുലിൻ്റെ പഴയ തട്ടകമായ ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് പോയത്. ഈ കഴിഞ്ഞ സീസണിൽ പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനത്താണ് ലക്നൗ ഫിനിഷ് ചെയ്തത്. ആ ഒരു സമയത്ത് തന്നെ KL രാഹുലും ടീമിൻ്റെ ഉടമകളും തമ്മിലുള്ള ഒരു പരസ്യമായ വാഗ്വാദങ്ങളൊക്കെ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് KL രാഹുലിനെ ഒരു മത്സരത്തിനിടയ്ക്ക് ഗ്രൗണ്ടിലേക്ക് എത്തുന്ന സഞ്ജീവ് ഗോയങ്ക, ലക്നൗവിൻ്റെ ടീം ഉടമയാണ്. അദ്ദേഹം KL രാഹുലിനെ പരസ്യമായി ശാസിക്കുന്നു എന്ന രീതിയിലാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അത് വന്നത്. എന്താണ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ആർക്കും അറിയില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുശേഷം ടീം വിടാൻ അദ്ദേഹം നിർബന്ധിതനാകുകയും പിന്നീട് ലേലത്തിൽ ടീം റിട്ടേൺ ചെയ്യാതെ KL രാഹുലിനെ പുറത്താക്കാനൊന്നും പറ്റില്ല. KL രാഹുൽ നല്ല കഴിവുള്ള ഒരു താരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഈ ടീമിൽ താൻ തുടരണമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു ടീം വിടുക, പകരം ലേലത്തിൽ പങ്കെടുക്കുക. അങ്ങനെ ഈ കഴിഞ്ഞ താരലേലത്തിൽ ഡൽഹിയാണ് KL രാഹുലിനെ 14 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയത്. അതേസമയം ഡൽഹിയുടെ പഴയ ക്യാപ്റ്റനായിരുന്ന ഋഷഭ് പന്തിനെ 26 കോടി രൂപയ്ക്ക് പഴയ ലക്നൗ, KL രാഹുലിൻ്റെ പഴയ ലക്നൗ സൂപ്പർ ജയൻസ് വിളിച്ചെടുത്തു. വളരെ സന്തോഷകരമായ ഒരു മുഖഭാവത്തോടെയാണ് സഞ്ജീവ് ഗോയങ്ക ലേലത്തിലൊക്കെ പങ്കെടുത്ത് 26 കോടി എന്ന ഒരു റെക്കോർഡ് തുകയ്ക്കാണ് ഋഷഭ് പന്ത് ലക്നൗവിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ ഒരു സീസൺ പരിശോധിച്ചാൽ ലക്നൗവിൽ KL രാഹുലിൻ്റെ പഴയ അവസ്ഥയിലേക്കാൾ പരിതാപകരമാണ് ഋഷഭ് പന്തിൻ്റെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. കാരണം KL രാഹുൽ കഴിഞ്ഞ സീസണിലും അത്യാവശ്യം റൺസൊക്കെ നേടിയിട്ടുള്ള ഒരു ബാറ്ററാണ്. അദ്ദേഹം വ്യക്തിഗതമായ റെക്കോർഡുകൾക്ക് വേണ്ടി കളിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പഴയ അപവാദം അദ്ദേഹത്തിന് നേരെയുള്ള. കാരണം അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള ഒരു മെല്ലെ പോക്ക് ടീമിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അദ്ദേഹം സ്കോർ നേടുന്നുണ്ടെങ്കിലും ടീം പല മത്സരങ്ങളിലും പരാജയപ്പെടുന്നു എന്നുള്ളതായിരുന്നു KL രാഹുലിനെതിരെ അദ്ദേഹത്തിൻ്റെ വിമർശകർ പോലും പലപ്പോഴായി പറഞ്ഞു വന്നിരുന്ന ആരോപണങ്ങൾ. എന്നാൽ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിലും അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റിയിലും അടക്കം പ്രകടമായൊരു മാറ്റം വന്നിട്ടുണ്ട്. കൃത്യമായ എപ്പോഴാണ് തൻ്റെ ടീമിന് താൻ ആവശ്യമുള്ളത്, താൻ എത്ര ഉത്തരവാദിത്തത്തോടെ കളിക്കണം, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായി റൺസ് കണ്ടെത്തുന്നു. ഈ ഒരു സീസണിൽ തന്നെ ഈ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ 7ാം സ്ഥാനത്താണെന്ന് തോന്നുന്നു KL രാഹുൽ. 323 റൺസാണ് ഇതിനോടകം തന്നെ 7 മത്സരങ്ങളിൽ നിന്നായി 64-ലധികം ശരാശരിയിൽ 180 മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ. അത്രയും പ്രഹരശേഷിയിൽ ബാറ്റ് വീശുന്ന KL രാഹുൽ. അത് മാത്രമല്ല പുതിയൊരു റെക്കോർഡും കൂടെ അദ്ദേഹത്തിന് ഇപ്പം, അതായത് ഡേവിഡ് വാർണറും വിരാട് കോഹ്ലിയും മറികടന്നിട്ടാണ് ഏറ്റവും വേഗത്തിൽ 5000 റൺസ് നേടുന്ന താരമായി. ഋഷഭ് പന്തിന്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ വളരെ ദയനീയമാണ്. 9 മത്സരങ്ങളിൽ 106 റൺസ് മാത്രമാണ് ഋഷഭ് പന്തിന് ആകെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ. അത് തന്നെ 13 ആവറേജ്, ഒരു മത്സരങ്ങളിൽ 13 മാത്രമാണ് അദ്ദേഹത്തിന്റെ ശരാശരി എന്ന് പറയുന്നത്. 5 6 മാത്രമാണ് 9 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. അതിലേറ്റവും ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതെങ്കിലും 2 മത്സരങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു. ഒരു 63 റൺസ് ആണ് ഈ സീസണിൽ അദ്ദേഹം ആകെ കണ്ടെത്തുന്ന ഒരു അർദ്ധ സെഞ്ചുറി. അതേസമയം ഡൽഹി ഈ സീസണിൽ ഏറ്റവും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം ഋഷഭ് പന്തിൻ്റെ LSG സ്കോർ
മറ്റേ പോയിന്റ് ടേബിളിൽ ഒട്ടും പിന്നിലല്ല. പക്ഷേ അതിന് കാരണം ടോപ്പ് ഓർഡർ പ്രതീക്ഷയേക്കാൾ മുകളിൽ ഉയരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഓപ്പണിംഗ് കോംബോ മിച്ചൽ മാർഷ് എന്ന ഓസ്ട്രേലിയൻ ബാറ്ററും അതോടൊപ്പം തന്നെ എയ്ഡൻ മാർക്രം, സൗത്ത് ആഫ്രിക്കൻ നായകനായിരുന്ന എയ്ഡൻ മാർക്രവും ചേർന്ന ഒരു ഓപ്പണിംഗ് കോംബോ, അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് പെയറാണ് ഈ ഒരു IPL സീസണിൻ്റെ തുടക്കം മുതൽ. എയ്ഡൻ മാർക്രം അത്യാവശ്യം 300-ന് മുകളിൽ റൺസ് ഈ സീസണിൽ നേടിയിട്ടുണ്ട്. അതോടൊപ്പം വിക്കറ്റ് വേട്ടക്കാരിലും അദ്ദേഹമുണ്ട്. ഇന്നലത്തെ മത്സരത്തിലും 2 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓൾറൗണ്ടറായി എയ്ഡൻ മാർക്രം തൻ്റെ റോൾ ഭംഗിയായി അവിടെ നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം മിച്ചൽ മാർഷ് കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയൊരു പ്ലെയറാണ്. പക്ഷേ ഈ ഒരു സീസണിൽ ഒരു ഉത്തരവാദിത്തത്തോടെയുള്ള എന്നാൽ കൃത്യമായ ഒരു പവർ പ്ലേ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരുവരും ബാറ്റ് വീശുന്നത്. അതുതന്നെയാണ് ലക്നൌവിൻ്റെ മുന്നോട്ടുള്ള പ്രയത്നത്തിൽ ഏറ്റവും നിർണായകമാകുന്നത്. കൂടാതെ നിക്കോളാസ് പൂരൻ എന്ന ഒരു വെസ്റ്റ് ഇൻഡീസ് താരം കൂടിയാകുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഒരു നിലയിലേക്ക് LSG പോകുന്നു. അവിടെ രക്ഷപ്പെടുന്നത് ഋഷഭ് പന്ത് എന്ന താരവും ക്യാപ്റ്റനും ഒക്കെയാണ്. ഇവരൊക്കെ കളിക്കുന്നതുകൊണ്ട് ഒരാൾ കളിച്ചില്ല എങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്തവണയും ഈ സഞ്ജീവ് ഗോയങ്ക ഋഷഭ് പന്തിനെ നിർത്തിപ്പൊരിക്കുന്നതൊക്കെ നമ്മൾ സഞ്ജീവ് ഗോയങ്ക അനാവശ്യമായി ടീമിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത് ഈ പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമ്മർദ്ദം വല്ലാതെ ഉണ്ടാവും. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ 65ാമത്തെയാണെന്ന് തോന്നുന്നു ഏറ്റവും സമ്പന്നനായ കോടീശ്വരനാണ്. കൊൽക്കത്ത സ്വദേശിയായ ഈ സഞ്ജീവ് ഗോയങ്ക എന്ന് പറയുന്ന RP ഗോയങ്ക ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. ഇദ്ദേഹം സ്പോർട്സിൽ കൈവച്ചത് 2 ടീമുണ്ട്. ഇദ്ദേഹത്തിന് ISL ടീമായ മോഹൻ ബഗാൻ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ടീമാണ്. അതോടൊപ്പം ലക്നൗ സൂപ്പർ ജയൻസ്. എല്ലാത്തിലും ഈ സഞ്ജീവ് ഗോയങ്ക എന്ന SG എന്ന പദം വരുന്നതുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, അങ്ങനെ SG അതിലെ ഒരു വേർഡ് അദ്ദേഹം ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഭിരമിക്കുന്ന ഒരു വേദനിക്കുന്ന കോടീശ്വരൻ. അപ്പോൾ ഇദ്ദേഹം കണ്ടുപഠിക്കേണ്ടത് മറ്റുള്ള IPL ഫ്രാഞ്ചൈസികളുടെ ഓണർമാരെയാണ്. പ്രത്യേകിച്ച് പ്രീതി സിൻഡ, അതോടൊപ്പം കാവ്യ മാരൻ, ഇവരൊക്കെ ടീമിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്. ഏത് തോൽവിയാണെങ്കിലും പഞ്ചാബ് എന്ന് പറയുന്ന ഒരു ടീം പലപ്പോഴും ആരാധകരെ പോലും നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും അവർ ആ ഒരു ടീം ഓണർ എന്ന നിലയിൽ ആ ടീമിനെ ചീർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ടീം ഓണറിനെയാണ് പ്ലേയേഴ്സ് അടക്കം ആഗ്രഹിക്കുന്നത്. അവരുടെ ഇൻറ്റൻഷനിലും ഒരു മെൻറ്റാലിറ്റിയിലും അടക്കം ഒരു മാറ്റം കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ടീം ഓണർമാർക്ക് സാധിക്കും. എന്നാൽ സഞ്ജീവ് ഗോയങ്കയുടെ ഒരു ഡെവിളിഷ് ചിരിയുമായിട്ട് കടന്നു വരുന്ന അയാളുടെ പല പ്രകടനങ്ങളും കളിക്കാരെ അസ്വസ്ഥരാക്കുന്നുവെന്ന് ആ ഒരു മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അതുപോലെ തന്നെ ഈ സീസണിൽ പന്തിൻ്റെ പ്രകടനങ്ങൾ പലപ്പോഴും നിറമങ്ങുമ്പോഴും സഞ്ജീവ് ഗോയങ്ക വരികയും കളി കഴിഞ്ഞ ഉടനെ ടീം ഓണർമാരങ്ങനെ പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് വരാറില്ല. ഇപ്പോൾ ഇന്നലെ KL രാഹുൽ ഒരു മധുര പ്രതികാരം കൂടി ഇന്നലെ ഏകനാഥ് സ്റ്റേഡിയത്തിൽ തീർത്തു. ലക്നൌവിൻ്റെ മണ്ണാണ് ഏകനാഥ് സ്റ്റേഡിയം. അപ്പോൾ ഈ കഴിഞ്ഞ കളി ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCBക്കെതിരായ മത്സരത്തിൽ ഡൽഹി RCBയെ നേരിടുമ്പോൾ ഇതേപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ആ ഒരു തട്ടകമാണ്. അതേസമയം KL രാഹുലിൻ്റെ തട്ടകം കൂടിയാണ്. അവിടെ ഒരു വിജയം നേടിക്കഴിഞ്ഞ് അദ്ദേഹം ആഘോഷിച്ചൊരു രീതി അതും ഒരു മധുര പ്രതികാരമായിരുന്നു. കാരണം RCBയിലേക്ക് ഇത്തവണ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു താരമാണ് KL രാഹുൽ. അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൽ തന്നെ അവഗണിച്ച ടീമിനെതിരെ വിജയറൺ നേടിക്കൊണ്ട് നിലത്തൊരു ബാറ്റ് കുത്തി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാന്താര സിനിമയിൽ ഉള്ള ഒരു ദൃശ്യമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതേ കണക്ക് തന്നെയാണ് ഇന്നലെ ഏകനാഥ് സ്റ്റേഡിയത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടെ ഒരു ഹാഫ് സെഞ്ചുറി 40 പന്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം 50 റൺസ് നേടുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അതൊരു ബെറ്റർ ഇന്നിങ്സ് ആണ്. അപ്പോൾ ഒരു ഉത്തരവാദിത്തത്തോടെയുള്ള ബാറ്റിങ്ങിലൂടെ ടീമിനെ വിജയം നേടിക്കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ട് വിടുമ്പോഴാണ് സഞ്ജീവ് ഗോയങ്ക തൻ്റെ പഴയ വൈരി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കായിക മത്സരത്തിൽ ഒരിക്കലും പരസ്പര വൈരികൾ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള മധുര പ്രതികാരങ്ങളാണ് ക്രിക്കറ്റ് എന്ന കളിയുടെ ഏറ്റവും മനോഹരമാക്കുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുന്നത്. അപ്പോൾ സഞ്ജീവ് ഗോയങ്ക ഇന്നലെ അദ്ദേഹത്തിന് കൈ കൊടുത്തു. അതിനുശേഷം അദ്ദേഹം എന്തോ സംസാരിക്കാൻ മുതിർന്നപ്പോൾ അതിനോടൊരു വിമുഖത കാണിച്ച് മുന്നോട്ട് നീങ്ങിയായിരുന്നു KL രാഹുൽ. അപ്പോൾ ഇതാണ് പുതിയൊരു KL രാഹുലിനെയാണ് ഈ ഒരു IPLൻ്റെ തുടക്കം മുതൽ കാണാൻ സാധിക്കുന്നത്. പഴയ ഒരു ഇൻറ്റൻഷനിലൂടെ വ്യക്തിഗത നേട്ടങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു താരമായിട്ടല്ല, മറിച്ച് ടീമിന് എപ്പോഴാണോ തന്നെ ആവശ്യമുള്ളത് ആ സമയത്ത് തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ KL രാഹുൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പന്തിനെ സംബന്ധിച്ച് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റിയിൽ തന്നെ ഒരു മാറ്റം, ഒരു നിരാശ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പലപ്പോഴും പ്രകടമാണ്. ഒരു കോൺഫിഡൻസ്, പഴയൊരു ഋഷഭ് പന്ത് പലപ്പോഴും രാജ്യാന്തര മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ടെസ്റ്റാണ് ഋഷഭ് പന്തിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു സോണെന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പരമാവധി മികവ് പുലർത്തുന്നുമുണ്ട്. പക്ഷേ ലിമിറ്റഡ് ഓവറുകളിൽ ഋഷഭ് പന്തിൻ്റെ പ്രകടനം സമീപകാലത്തായി ഒട്ടും പ്രതീക്ഷാകരമല്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ IPLലും മോശം ഫോം തുടർന്നു പോരുന്നത്.
അത് ഈ ടീം മുതലാളിയുടെ വരുമ്പോഴേ പേടിച്ചു പോവല്ലേ പിന്നെ. ടീം മുതലാളിക്ക് അത് ഒരു ഏത് മത്സരമാണെങ്കിലും തൻ്റെ കഴിവിൽ വിശ്വാസമുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ആൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രകടനം പുറത്തെടുക്കാൻ നോക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയിൽ തന്നെ ഒരു അലസത ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തല്ല, അദ്ദേഹം ആ പരിക്കിൽ നിന്ന്, ഒരു കാർ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിയതിന് ശേഷവും ആ ഒരു ഇൻറ്റൻഷൻ, ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്ന പഴയൊരു ഋഷഭ് പന്തിനെ നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നില്ല. പകരം ഒരു ഫിയർലെസ് ബാറ്ററല്ല, ഇപ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ബോളർമാരെ നേരിടുമ്പോൾ പേടി, പലപ്പോഴും ആ ഒരു അൺഓർത്തഡോക്സ് ഷോട്ടുകൾക്ക് മുതിർന്ന് പെട്ടെന്ന് ഔട്ടായി കയറിപ്പോകുന്ന ഋഷഭ് പന്തിൽ നിന്ന് എന്താണ് ആരാധകർ അടക്കം പ്രതീക്ഷിക്കുന്നത്? ഒരു ബിഗ് ഇന്നിങ്സ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടായിട്ടില്ല എന്നത് ആരാധകരെ സംബന്ധിച്ച് നിർഭാഗ്യകരമാണ്, അവരുടെ ഒരു നിരാശാജനകമാണ്. അതൊക്കെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ വരും മത്സരങ്ങളിൽ അദ്ദേഹത്തിന് തൻ്റെ മികവ് പുറത്തെടുക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം ഡൽഹിയെ സംബന്ധിച്ച് ഈ സീസണിൽ അവർ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. KL രാഹുലുണ്ട്. അവർക്ക് ആകെ നിരാശ തോന്നിപ്പിക്കുന്ന ഒരു പ്രകടനം ഓപ്പണറായ ജേക്ക് ഫ്രേസർ മക്കർക്കാണ്. അദ്ദേഹം 6 മത്സരങ്ങളിൽ 50 റൺസിനോട് അടുത്ത് മാത്രമാണ് നേടിയിട്ടുള്ളത്. അതിന് പകരമാണ് ഇന്നലത്തെ മത്സരത്തിൽ കരുൺ നായരാണ് അഭിഷേക് പോറലിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ കരുൺ നായർ IPL ഒരു സർപ്രൈസ് താരം എന്ന് പറയുന്ന കരുൺ നായരാണ്. കാരണം എല്ലാവരും അവഗണിച്ചു. ആദ്യം ലേലത്തിൽ ആരും എടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷം അവസാന വട്ടത്തിലാണ് ഡൽഹി 50 ലക്ഷം രൂപയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ ടീമിലെടുത്തത്. പക്ഷേ ഒറ്റ കളിയിൽ എന്തായിരുന്നു 50 ലക്ഷത്തിൻ്റെ വിലയെന്ന് അദ്ദേഹം മുംബൈക്കെതിരായ മത്സരമാണെന്ന് തോന്നുന്നു അല്ലേ, അതിൽ കാണിച്ചു കൊടുത്തു. പക്ഷേ പിന്നീടുള്ള ഒരു മത്സരങ്ങളിൽ ഒരു വലിയ സ്കോറിലേക്ക് പോകാൻ ഇന്നലത്തെ മത്സരമല്ല, അതിന് മുൻപത്തെ മത്സരത്തിൽ ഒരു നിർഭാഗ്യകരമായ ഒരു റണ്ണൗട്ടിലൂടെ പുറത്തായി. അതിനുശേഷം ഇന്നലത്തെ മത്സരത്തിലും പവർ പ്ലേയിൽ ഒരു എയ്ഡൻ മാർക്കറത്തിനെതിരെ ഒരു 6 അടിച്ചു. അതിന് തൊട്ടടുത്ത ബോളിൽ തൈപ്പാടിൽ ബോൾ കൊണ്ട് വിക്കറ്റിലേക്ക് വീണാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. എല്ലാ ബോളിലും ആക്രമിച്ച് കളിക്കാനുള്ള ഒരു മനോഭാവമാണ് ഈ ഒരു സീസണിൽ കരുൺ നായരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു പോസിറ്റീവ് ഇൻറ്റൻഷനാണ് ഡൽഹിയെ സംബന്ധിച്ച്. കൂടാതെ അക്ഷർ പട്ടേൽ എന്ന ക്യാപ്റ്റൻ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. കാരണം ആരും അക്ഷർ പട്ടേലിനെ KL രാഹുലിനെ പോലെ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ക്യാപ്റ്റൻ സ്ഥാനമൊക്കെ ചെയ്തു വന്നിട്ടുള്ള ഒരാളിൽ നിന്ന് മാറ്റി അക്ഷർ പട്ടേലിനെ ക്യാപ്റ്റനാക്കുമ്പോൾ ആരാധകരടക്കം മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ടാകും. കാരണം KL രാഹുൽ മുൻപ് പല ഫ്രാഞ്ചൈസികളിലും ക്യാപ്റ്റനായി നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് KL രാഹുലിനെ സംബന്ധിച്ച് ഗുണം ചെയ്തു. ഒരു സമ്മർദ്ദമില്ലാതെ, ടെൻഷൻ ഇല്ലാതെ അദ്ദേഹത്തിന് തൻ്റെ പ്രകടനം ഏറ്റവും മികച്ച രീതിയിൽ പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചൊരു നല്ല കാര്യമാണ്. അക്ഷർ പട്ടേലിനെ സംബന്ധിച്ച് അക്ഷർ പട്ടേൽ ഒരു ബോളർ എന്ന നിലയിലും അതോടൊപ്പം ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം ശ്രദ്ധിച്ചാൽ വളരെ മെച്ചപ്പെട്ട ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പലപ്പോഴും ഒരു 4-ാമനായൊക്കെ ഗ്രൗണ്ടിലേക്ക് വരുന്ന അക്ഷർ പട്ടേൽ വളരെ വേഗത്തിൽ പവർ പ്ലേ ആണെങ്കിൽ തന്നെ, പവർ പ്ലേയിലാണ് ഗ്രൗണ്ടിലേക്ക് വരുന്നതെങ്കിൽ പോലും വളരെ മികച്ച രീതിയിലാണ് റൺസ് കണ്ടെത്തുന്നത്. കൂറ്റനടികൾക്ക് അദ്ദേഹം ശ്രമിക്കുന്നു, അതിൽ വിജയിക്കുന്നു. അങ്ങനെ ഒരു അണ്ടർ റേറ്റഡ് ക്യാപ്റ്റനാണ്. ഇപ്പോഴും ഈ മറ്റുള്ള ക്യാപ്റ്റന്മാർ ആഘോഷിക്കപ്പെടുമ്പോൾ അക്ഷർ പട്ടേലിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷേ പോയിന്റ് ടേബിളിൽ 2ാമത് തന്നെയുണ്ട്. ഗുജറാത്താണ് 1ാമത്, 2ാം സ്ഥാനത്ത് ഡൽഹി ഉണ്ട്. രണ്ടും പോയിന്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല. നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് 1ാം സ്ഥാനത്തേക്കുന്നത്. എന്തായാലും ഡൽഹിയുടെ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ് ഇതുവരെ ഒരു KL രാഹുലിൻ്റെ ഒരു നേതൃത്വം എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി അല്ല, ബാറ്റിംഗ് മുന്നിൽ നയിക്കുന്ന പുതിയൊരു KL രാഹുലിൻ്റെ മികവിൽ തന്നെ ഈ ഒരു സീസണിൽ ഡൽഹി ഒരുപക്ഷെ കപ്പടിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതിൽ അക്ഷർ പട്ടേൽ എന്ന ക്യാപ്റ്റൻ്റെ പേരും എടുത്തു പറയേണ്ടത് തന്നെയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഈ നമ്മളെപ്പോഴും IPL സീസണുകളിൽ ഒരു വലിയ ശതമാനം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ തുക, ആ സീസണിൽ ഏറ്റവും വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള താരങ്ങളെല്ലാം ഫ്ലോപ്പായി പോയിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ വാങ്ങിച്ച കാശിനോട് നീതി പുലർത്തി കളിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഫ്ലോപ്പായി പോയിട്ടുണ്ട്. കൂടാതെ പിന്നെ രാജസ്ഥാൻ റോയൽസ്, നമുക്കതും കൂടെ പറയാതെ പോകാൻ നിർവാഹമില്ല. കാരണം മലയാളിയായ സഞ്ജു സാംസൺ അവിടെ ഉള്ളതുകൊണ്ട് രാജസ്ഥാൻ റോയൽസും ഏകദേശം പുറത്താകുന്ന സ്ഥിതിയാണ് ഇത്തവണ. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഇത് നമ്മൾ ചർച്ച ചെയ്താണ്, ഇങ്ങനെ കളിച്ചാൽ രാജസ്ഥാൻ റോയൽസ് അല്ല, ആ ഒരു ടീമിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഒരു ഓപ്പണറായ സഞ്ജു പുറത്തായി മടങ്ങുമ്പോൾ പകരം ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ കണ്ടെത്താൻ പോലും അവരുടെ പക്കൽ ഒരു ബാറ്റ്സ്മാൻ ഇല്ല എന്ന് പറയുമ്പോൾ ആ ടീമിൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു ഹെഡ്മെയർ പരിക്കേറ്റാൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ കഴിഞ്ഞൊരു മത്സരത്തിൽ പവർ പ്ലേയിൽ ഇറങ്ങി, എനിക്ക് തോന്നുന്നു LSGക്കെതിരെയാണെന്ന് തോന്നുന്നു, ഒരു പവർ പ്ലേ കണ്ടു. അതിനകത്ത് ഇറക്കി വിട്ടത് നിതീഷാണ്. അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ കളിച്ചതാണ് ആ മത്സരം. പക്ഷേ അദ്ദേഹത്തെ പോലും പുറത്തിറക്കാതെ ഹെഡ്മെയറേയും
പരാഗിനെയുമാണ് ഇറക്കി വിട്ടത്. ആ ഒരു മത്സരം ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോൾ ആ ഒരു ബാറ്റിംഗ് ഡെപ്തിൽ കാര്യമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സഞ്ജു സാംസന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ബാറ്റർ അവിടെ ഇല്ല. സഞ്ജു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ ടീമിൽ നിന്ന് അദ്ദേഹത്തും എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ ആകുമ്പോൾ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടാനാണ് സാധ്യത. അടുത്ത സീസണിൽ വിടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ മേഘാലയയിലൊക്കെ വരേണ്ടി വന്നേക്കാം. എന്നാലും സഞ്ജു സാംസനെ സംബന്ധിച്ച് മറ്റൊരു ഓപ്ഷൻ കിട്ടിയാൽ, ഒരുപക്ഷെ ധോണിക്കൊരു പിൻഗാമിയായി ചെന്നൈയിലേക്ക് മടങ്ങിയെത്തിയാൽ അത് അദ്ദേഹത്തിൻ്റെ കരിയറിലും ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. കാരണം ഋതുരാജ് ഗെയ്ക്വാദ് എന്ന ഒരു പുതിയ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് ബാറ്റിങ്ങിലടക്കം വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം കൂടാതെ പരിക്കായി അദ്ദേഹത്തിന് ഈ സീസൺ മുഴുവൻ നഷ്ടമാകുന്നു. തൊട്ടടുത്ത സീസണിലും ധോണി തന്നെയാണ് ടീമിനെ തയ്യാറാക്കുന്നതെന്നുള്ള ഒരു വാർത്ത റൂമേഴ്സൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ സഞ്ജു സാംസൺ ആ ഒരു ടീമിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് ആ ഒരു ഫ്രാഞ്ചൈസിക്ക് തന്നെ ഉപകാരപ്പെടും. അതോടൊപ്പം ഒരു ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഗ്രോത്ത് ഉണ്ടാകും, കരിയർ ഗ്രോത്ത് ഉണ്ടാകാൻ ചെന്നൈയിലേക്ക് വന്നാൽ ഒരുപക്ഷെ സാധിക്കും. എന്തായാലും ഈ സീസണിൽ രാജസ്ഥാനിൽ നിന്ന് വലിയതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, ചെന്നൈയും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം 7 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ മാത്രം വിജയിച്ച് പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ചെന്നൈയും, അതിന് രാജസ്ഥാൻ റോയൽസ് മുകളിലാണ് രാജസ്ഥാനും ഉള്ളത്. അപ്പോൾ ഈ ടീമുകൾ ഏകദേശം എഴുതി തള്ളപ്പെട്ട് കഴിഞ്ഞു. 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തന്നെ കടുത്തിരിക്കുന്നു. നമുക്ക് പറയുമ്പോൾ ഒരു ഗുമ്മില്ല, കളി കാണാനൊന്നും നമുക്കൊരു ആവേശമില്ല, തണുത്ത മത്സരങ്ങൾ. അതെ അതെ അതെ. എന്തായാലും ഒരു ത്രില്ലർ പോരാട്ടമൊക്കെ IPL വരുമായിരിക്കും. എന്തായാലും പകുതിയായി, എന്നാലും ഒരു നനഞ്ഞ പടക്കമായി മാത്രമാണ് ഈ വർഷത്തെ IPL അവശേഷിക്കുന്നത്.